നമസ്കാരം, വെൽക്കം ടു ദി ഷോ മാനുഫാക്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രോഡക്ട്സ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പ്, അതൊരു പ്രോഡക്റ്റായി തീരുന്നതിന് മുമ്പ് കൗതുകമുണർത്തുന്ന ഒരുപാട് പ്രോസസ്സ് നടക്കാറുണ്ട്. ആ നിർമ്മാണ വൈഭവത്തിന്റെ കാഴ്ചകളിലേക്ക് ക്യാമറ തിരിക്കുകയാണ് മാനുഫാക്ടിലൂടെ. സ്വന്തം വീട് വൃത്തിയോടെയും ഭംഗിയോടെയും സൂക്ഷിക്കുന്ന പോലെ തന്നെ സ്വന്തം വാഹനവും നല്ല വൃത്തിയോടെ നല്ല ഭംഗിയോടെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ സൗന്ദര്യത്തിൽ പ്രധാന ഘടകം തന്നെയാണ് അതിന്റെ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്നത്. ആ ഇന്റീരിയേഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സീറ്റ് കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീറ്റ് കവർ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഒരു കാർ വാങ്ങുക എന്നത് ഏതൊരാളുടെയും സ്വപ്നങ്ങളിൽപ്പെട്ട ഒന്നാണ്. കാർ സ്വന്തമാക്കിയാലോ അതിനെ മാക്സിമം സ്റ്റൈലിഷ് ആക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. അങ്ങനെ മോഡിഫൈ ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രധാന ഘടകമാണ് സീറ്റ് കവേഴ്സ്. കാറിന് അനുയോജ്യമായ നിറത്തിലും ഡിസൈൻസിലുമൊക്കെയായി സീറ്റ് കവർ വാങ്ങിയിട്ട് സീറ്റുകളെ നമ്മളേവരും സുന്ദരനാക്കും. എന്നാൽ ഈ സീറ്റ് കവറിനുള്ളിലുമുണ്ട് ചില കൗതുകങ്ങൾ. മറ്റൊന്നുമല്ല, സീറ്റ് കവേഴ്സിന്റെ നിർമ്മാണ കാഴ്ചകൾ. ആ കാഴ്ചകളിലേക്ക് നമുക്ക് ക്യാമറ തിരിക്കാം. ഇത് വെൽഫിറ്റ് ഇന്റർനാഷണലിന്റെ അജ്മാനിലെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. സീറ്റ് കവർ നിർമ്മാണ രംഗത്ത് UAE-യിൽ ഒരു വിപ്ലവം തന്നെ കൊണ്ടുവന്ന നമ്പർ 1 സ്ഥാപനമാണ് വെൽഫിറ്റ്. ഇന്ന് നിലവിലുള്ള ഭൂരിഭാഗം സീറ്റ് കവേഴ്സ് മാനുഫാക്ചേഴ്സിനും സീറ്റ് കവർ എന്ന ആശയം മനസ്സിലുദിച്ചത് വെൽഫിറ്റ് സ്ഥാപിതമായതിനു ശേഷമാണ്. 20 വർഷത്തോളമായി ജൈത്രയാത്ര തുടരുന്ന വെൽഫിറ്റ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സീറ്റ് കവർ മാനുഫാക്ചേഴ്സിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. 1986 ഞാൻ ദുബായിൽ വന്നത്. ദുബായിൽ ആദ്യമായി കാർ ആക്സസറി ഷോപ്പിൽ വർക്ക് ചെയ്യുകയും പിന്നീട് 1987 ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഇട്ടുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് കാലങ്ങളായി താലോലിച്ചു പോന്നിരുന്ന ഒരു സ്വപ്നം പൂവണിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. തായ്വാനിൽ നിന്നും അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് ഇവിടെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന സീറ്റ് കവർ എന്തുകൊണ്ട് സ്വന്തമായി ഉണ്ടാക്കിക്കൂടാ എന്ന ഒരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചു. അതിന് കാരണമുണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ 7 വർഷത്തോളം ബാംഗ്ലൂരിലുള്ള എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ കാർ കടയിൽ ബാഗ് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ വെച്ച് കിട്ടിയ അറിവ്, ഒരു ബാഗ് അതിൻ്റെ സ്റ്റിച്ചിങ് മുതൽ അതിൻ്റെ കട്ടിങ്, സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ ഫിനിഷിംഗ്, മാർക്കറ്റിംഗ് എല്ലാം അവിടെ വെച്ച് പഠിച്ച ആ വിവരം വെച്ച് ഇവിടെ വന്നപ്പോൾ ഈ സീറ്റ് കവർ കണ്ടപ്പോൾ എനിക്ക് ഒരു ആശയം ഉദിച്ചു. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരു ആശയം. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഒരു സ്റ്റിച്ചിങ് മെഷീൻ വെച്ചുകൊണ്ട് സ്വയം കട്ട് ചെയ്ത് സ്വയം സ്റ്റിച്ച് ചെയ്ത് എൻ്റെ സ്വന്തം കടയിൽ വെക്കുകയും അങ്ങനെ പിന്നീട് അതിനോടുള്ള അറബികളുടെ താല്പര്യം കണ്ടപ്പോൾ എനിക്ക് അത് കൂടുതൽ ഉണ്ടാക്കുവാനുള്ള മോഹം വരികയും അങ്ങനെ അത് വളർന്ന് അൽഹംദുലില്ലാ ഇന്നിപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. ഏത് രാഷ്ട്രങ്ങളിൽ പോയാലും അറിയപ്പെടുന്ന തരത്തിലേക്ക് അത് വളർന്നു കഴിഞ്ഞു. അത് ആഫ്രിക്കയിലായാലും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലായാലും പിന്നെ GCC കൺട്രീസിലായാലും എവിടെ ചെന്നാലും വെൽഫിറ്റ് എന്ന ബ്രാൻഡ് സീറ്റ് കവറിൻ്റെ ഒരു കുത്തക ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. വെൽഫിറ്റിന്റെ അജ്മാനിലെ ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റിലൂടെയാണ് സീറ്റ് കവർ നിർമ്മാണ വൈഭവവും സാങ്കേതിക മികവും നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്.
സീറ്റ് കവർ നിർമ്മാണത്തിന്റെ ആദ്യത്തെ പ്രോസസ്സാണ് മെഷർമെന്റ് ആൻഡ് ഡിസൈനിങ്. ഇന്ന് വിപണിയിൽ ഇറങ്ങുന്ന ഏതൊരു കമ്പനിയുടെയും ഉടമസ്ഥതയിലുള്ള കാറിന്റെ സീറ്റ് ഡിസൈൻ, അതിന്റെ മെഷർമെന്റ്, കളർ തുടങ്ങിയവ കൃത്യമായി രേഖപ്പെടുത്തുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. ഓരോ കാറിന്റെയും സീറ്റിന്റെ മെഷർമെന്റ് എടുത്ത് കൃത്യമായ ഡിസൈൻ സ്കെച്ച് ചെയ്യുന്നു. ഈ ഡ്രോയിംഗ് പ്ലോട്ടർ ഡിവൈസ് വഴി നേരിട്ട് സിസ്റ്റത്തിലേക്ക് എത്തുന്നു. അക്യുമാർക്ക് എന്ന പാറ്റേൺ ഡിസൈനിംഗ് സോഫ്റ്റ്വെയർ വഴി ഈ ഡ്രോയിങ്ങിനെ ഏറ്റവും എളുപ്പത്തിൽ പെർഫെക്ഷനോടുകൂടി മാർക്ക് ചെയ്യുന്നു. ഓരോ പാർട്സിന്റെയും കട്ടിംഗ് പൊസിഷനാണ് മാർക്ക് ചെയ്യുന്നത്. ഒറിജിനൽ ഡിസൈനിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലാത്ത രീതിയിൽ വേണം കട്ടിംഗ് പൊസിഷൻ മാർക്ക് ചെയ്യാൻ. മാർക്കിങ്ങിൽ വരുന്ന പിഴവ് മൊത്തം പ്രൊഡക്ഷനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ വേണം പാറ്റേൺ ഡിസൈൻ ചെയ്യാൻ. കട്ടിംഗ് പൊസിഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടിംഗ് മെഷീൻ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതാത് മെഷീൻ കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൃത്യമായ ഡിസൈൻഡ് പ്രൊജക്ട് ലഭ്യമാകുകയും ചെയ്യുന്നു. ചില കസ്റ്റമേഴ്സിന് അവരുടേതായ ഡിസൈൻ ഐഡിയാസ് ഉണ്ടാകും. അങ്ങനെയുള്ളവരെയും വെൽഫിറ്റ് നിരാശപ്പെടുത്തുന്നില്ല. ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ഞങ്ങൾ ചെയ്യുന്നുള്ളത് അവർക്കനുസരിച്ചുള്ള ഡിസൈൻസും അവർക്കനുസരിച്ചുള്ള കളർ കോമ്പിനേഷനും, ചില സമയത്ത് അവർക്ക് വേണ്ട ലോഗോ, അവരുടെ പേരൊക്കെ എഴുതി വേണമെങ്കിൽ സ്പെഷ്യലി ആയിട്ട് പേരൊക്കെ എഴുതി എംബ്രോയിഡറി ചെയ്ത് കൊടുക്കാനുള്ള പുതിയ മെഷീൻസ് വരെ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി സ്പെഷ്യൽ ഡിസൈൻ ടീംസ് തന്നെയുണ്ട്. നമ്മുടെ CAD ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈൻ, അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനും അവർക്ക് ഉള്ള കോമ്പിനേഷൻ, കളർ കോമ്പിനേഷനൊക്കെ CAD ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഡിസൈനിങ് കഴിഞ്ഞതിന് ശേഷം സീറ്റ് കവറിന് ആവശ്യമായ ഫോം ലാമിനേറ്റ് ചെയ്യുകയാണ് ഇവിടെ. മിക്ക മാനുഫാക്ചേഴ്സും ലാമിനേഷന് വേണ്ടി ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ വെൽഫിറ്റ് എന്നും ഫ്ലെയിം ലാമിനേഷനാണ് ഉപയോഗിക്കുന്നത്. ഫ്ലെയിം ലാമിനേഷൻ വഴി മെറ്റീരിയൽ ചൂടാക്കി ലാമിനേറ്റ് ചെയ്യുന്നതിലൂടെ മികച്ച പെർഫെക്ഷനും നല്ല ഫിനിഷിംഗും കിട്ടുന്നു. ലാമിനേഷന് 3 ടൈപ്പ് മെറ്റീരിയൽസ് ഉപയോഗിക്കും. ഫോം റോൾസ് ഉപയോഗിക്കും. അതിന്റെ അപ്പർ ലെയർ ആയിരിക്കും നമ്മൾ ഔട്ടർ നമുക്ക് കാണുന്ന ലെതർ അല്ലെങ്കിൽ ഫാബ്രിക് ഉപയോഗിക്കുക. അതിന്റെ ലോവർ ലെയർ ആയിട്ട് ഉപയോഗിക്കുന്നത് നോൺ വുവൺ ഫാബ്രിക് ആയിരിക്കും. അത് സീറ്റ് കവറിന്റെ ഇൻസ്റ്റലേഷൻ ഒരുപാട് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഫ്ലെയിം ലാമിനേഷൻ മെഷീൻ. നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ഫോംസ് നേരെ ഈ ലാമിനേഷൻ മെഷീനിൽ സ്പ്രെഡ് ചെയ്യുകയും മാനുവലി തന്നെ ഫോം മെഷീനിലേക്ക് വച്ച് ലാമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ചൂടാകും തോറും ഫോമിന്റെ ഫിനിഷിംഗ് മികവുറ്റതായി വരുന്നു. ഇങ്ങനെ ഫ്ലെയിം ലാമിനേഷൻ ചെയ്ത ഫോം നേരെ കട്ടിംഗ് മെഷീനിലേക്ക് സ്പ്രെഡ് ചെയ്യാനായി കൊണ്ടുപോകുന്നു. ലെതറും ഫോമും തമ്മിൽ ഒട്ടിക്കുന്ന ബോണ്ടിങ് മെഷീനും, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് കട്ടിംഗ് മെഷീൻ, പിന്നീട് സ്വീഡനിൽ നിന്ന് കൊണ്ടുവന്ന കൺവെയർ ബെൽറ്റ് സിസ്റ്റം, E10 എന്ന കൺവെയർ ബെൽറ്റ് സിസ്റ്റം, ഗർബർ ടെക്നോളജിയുടെ കമ്പ്യൂട്ടറൈസ്ഡ് കട്ടിംഗ്, CAD സിസ്റ്റം, ഇതെല്ലാം കൊണ്ടുവരികയും അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഏറ്റവും നല്ല, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള സീറ്റ് കവർ എനിക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചു. US നിന്നും ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള ഹൈലി അഡ്വാൻസ് ആട്ടോമേറ്റഡ് കട്ടിംഗ് മെഷീനാണ് ഇവിടെ കട്ടിങ്ങിനായി ഉപയോഗിക്കുന്നത്. ലാമിനേറ്റ് ചെയ്ത ഫോംസ് ഈ കട്ടിംഗ് മെഷീനിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ഇവിടെ. അതിനുശേഷം കട്ടിംഗ് ആരംഭിക്കുന്നു. ഓട്ടോമേറ്റഡ് കട്ടിംഗ് മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. US നിന്നും അതുപോലെ ഇറ്റലിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഓട്ടോമേറ്റഡ് കട്ടിംഗ് മെഷീൻസ്. ഇതിൽ ബാക്കിയുള്ള കമ്പനീസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കട്ടിംഗ് മെഷീൻസ് ഉപയോഗിക്കുന്നതും ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉപയോഗിക്കുന്നതും വെൽഫിറ്റ് മാത്രമാണ്. ഇതിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ബൈ ഹാൻഡ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല.
എല്ലാം കമ്പ്യൂട്ടർ തന്നെയാണ് ചെയ്യുന്നത്. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സീറ്റ് കവർ ഡിസൈനും മെഷർമെന്റും അക്യുനിസ്റ്റ് എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ അതത് കട്ടിംഗ് മെക്കാനിക്കൽ സിസ്റ്റംസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ മെഷർമെന്റിനും ഡിസൈനും അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ മെഷീൻ സീറ്റ് കവർ പാർട്സ് കട്ട് ചെയ്തെടുക്കുന്നു. ഓട്ടോമാറ്റിക് കട്ടിംഗ് ആയതുകൊണ്ട് തന്നെ മാനുവൽ കട്ടിങ്ങിനേക്കാൾ മാക്സിമം വേസ്റ്റേജ് കുറവ് സാധ്യമാകുകയും ചെയ്യുന്നു. ഒരു ഫോമിനകത്ത് തന്നെ എല്ലാ പാർട്സും കട്ട് ചെയ്ത് വേസ്റ്റേജ് കുറയ്ക്കാൻ ഈ മെഷീൻ സഹായിക്കുന്നു. മെഷീൻസിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്ക്രീൻ വഴി തൊഴിലാളികൾക്ക് കൃത്യമായ ഡിസൈനും അളവും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. കട്ടിംഗ് പ്രോസസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കട്ട് ചെയ്തെടുത്ത സീറ്റ് കവർ പാർട്സിന്റെ സോർട്ടിംഗ് നടക്കുകയാണ്. ഡൗൺ പാർട്ട്, അപ്പർ പാർട്ട്, സൈഡ് പാർട്ട് എങ്ങനെ ഒരു സീറ്റ് കവറിന്റെ എല്ലാ പാർട്സും കൃത്യമായി തരംതിരിച്ചു വയ്ക്കുകയാണിവർ. ഓരോ പാർട്സും വളരെ ശ്രദ്ധയോടെ വേണം സോർട്ട് ചെയ്യാൻ. മെഷർമെന്റിലോ കട്ടിങ്ങിലോ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നതും ഡാമേജും വന്നതുമായ ഫോം പാർട്സ് മാറ്റിവെച്ച് പെർഫെക്റ്റ് പാർട്സ് മാത്രം സോർട്ട് ചെയ്തെടുക്കുന്നു. സോർട്ട് ചെയ്തതിനു ശേഷം ഈ മെറ്റീരിയൽസ് നേരെ ലേബൽ ആൻഡ് ലോഗോ ഫിക്സിംഗ് ലോകത്തിലേക്ക് എത്തിക്കുകയാണ്. സോർട്ട് ചെയ്തു വെച്ച സീറ്റ് കവർ പാർട്സിൽ അതത് വാഹനങ്ങളുടെ ബ്രാൻഡ് നെയിമും വെൽഫിറ്റ് ലോഗോയും ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓരോ കാറിന്റെയും മാനുഫാക്ചേഴ്സ് നെയിം, വെൽഫിറ്റിന്റെ ലോഗോ ഇവയൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത പ്രകാരം മെറ്റീരിയൽസിലേക്ക് ഫിക്സ് ചെയ്യുന്നു. ഇതിനു പുറമെ ചില ഉപഭോക്താക്കൾക്ക് സ്വന്തം പേരോ മക്കളുടെ പേരോ സീറ്റ് കവറിൽ കാണണമെന്ന് ആഗ്രഹം വരാറുണ്ട്. അങ്ങനെയുള്ളവരെയും വെൽഫിറ്റ് നിരാശപ്പെടുത്തുന്നില്ല. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള പേരുകൾ എംബ്രോയിഡറി വർക്കിലൂടെ സീറ്റ് കവേഴ്സിൽ ഫിക്സ് ചെയ്യുന്നു. അതിനായി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എംബ്രോയിഡറി മെഷീൻ തന്നെയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽസിന്റെ ഓവർലോക്കിങ്ങും ഹെഡ് റെസ്റ്റിന്റെ സിബ് ഫിക്സിംഗും ഇതിനോടൊപ്പം നടക്കുകയും ചെയ്യുന്നു. മാക്സിമം പെർഫെക്ഷന് വേണ്ടി വളരെ ശ്രദ്ധാപൂർവം ജോലി ചെയ്യുന്ന ഇവരെ പോലുള്ള തൊഴിലാളികളാണ് വെൽഫിറ്റിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം. സീറ്റ് കവർ പാർട്സ് കട്ട് ചെയ്തെടുത്ത് ലോഗോ ഫിക്സിംഗും ഓവർലോക്കിംഗും കഴിഞ്ഞ മെറ്റീരിയൽസ് ഇനി സ്വീയിങ് ഓപ്പറേഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മെറ്റീരിയൽസ് സ്റ്റിച്ചിങ് ഓപ്പറേഷനിലേക്ക് എത്തിക്കുന്നത് സ്വീഡിഷ് ടെക്നോളജിയായ ഈറ്റേൺ സിസ്റ്റംസിലൂടെയാണ്. ഈറ്റേൺ ഹാൻഡ്ലിംഗ് സിസ്റ്റംസ് വഴി സ്റ്റിച്ചിങ് ഓപ്പറേഷൻസിലേക്ക് മെറ്റീരിയൽസ് കൃത്യമായി തന്നെ വേഗത്തിലെത്തുന്നു. ഈറ്റേൺ മെഷീൻ ത്രൂ ആണ് അതിന്റെ ഓരോ പാർട്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത്. കട്ടിങ്ങിലൂടെയുള്ള ഓരോ പാർട്സും അത് എങ്ങനെ സ്വീ ചെയ്യണം, ഓരോ സ്വിംഗ് ഓപ്പറേറ്ററും എങ്ങനെ തയ്ക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈറ്റേൺ സിസ്റ്റമാണ്. അത് ഓൾറെഡി കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും അതിന്റെ ഓരോ മൂവ്മെന്റ്സും പോവുക.
ഒരു ഓപ്പറേഷൻസ് ഒരു കട്ടിംഗ് സ്വിംഗ് ഓപ്പറേറ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പറേഷൻസ് ആര് ചെയ്യണമെന്നും അത് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ടൺ സിസ്റ്റം ആയിരിക്കും. 5-6 ഓപ്പറേഷനിലേക്ക് ഇവിടെ ലോഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഈറ്റൺ ഹാൻഡ്ലിംഗ് സിസ്റ്റം വഴി എത്തപ്പെടുകയാണ്. ഒരു സീറ്റ് കവറിന്റെ എല്ലാ പാർട്സും ഓരോ സെറ്റായി ഇവിടെ ലോഡ് ചെയ്യുന്നു. ഈ മെറ്റീരിയൽസ് സ്വിംഗ് ഓപ്പറേഷനിലേക്ക് കൃത്യമായി എത്തിക്കുകയും അത് കാരിയറിൽ നിന്നും അൺലോഡ് ചെയ്ത് വളരെ വേഗത്തിൽ ശ്രദ്ധയോടെ സ്വിംഗ് ചെയ്യുകയും ചെയ്യുന്നു. സ്വിംഗ് ചെയ്ത ഉടനെ അതേ കാരിയറിൽ തന്നെ അടുത്ത ഓപ്പറേഷനിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഫൈനൽ സ്വിംഗ് വരെ ഈ കാരിയർ മെറ്റീരിയൽസുമായി നീങ്ങുന്നു. മാനുവലി ചെയ്യുന്നതിന്റെ 10 മടങ്ങ് വേഗതയിലാണ് ഈ സ്വിംഗ് മൊത്തം ഈറ്റേൺ സിസ്റ്റം വഴി നടക്കുന്നത്. ഓരോ തൊഴിലാളിക്കും തങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ എണ്ണത്തിനനുസരിച്ച് കമ്പനി ഇൻസെന്റീവ്സും നൽകുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ മാക്സിമം സ്പീഡിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് സ്വിംഗ് ചെയ്ത് തീർക്കുകയും ചെയ്യുന്നു. സ്പീക്കറിൽ മുഴങ്ങിക്കേൾക്കുന്ന ഈ സംഗീതം ഇവരുടെ ജോലിയെ വളരെ ആയാസകരമാക്കാൻ സഹായിക്കുന്നു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. വലിയ സംഗീതപ്രേമിയായ MD യഹിയ ഇബ്രാഹിം തളങ്കരയുടെ നിർബന്ധമാണ് ഈ പാട്ടുകൾ ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നതിന് കാരണമാകുന്നത്. ഞാൻ പൊതുവെ ഒരു മ്യൂസിക് കമ്പക്കാരനാണ്. എനിക്ക് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടോട് വല്ലാത്തൊരു താല്പര്യമുണ്ട്. എല്ലാ കലാകാരന്മാരെയും ഇവിടെ ഗൾഫിലേക്ക് വന്നാൽ അവരെയൊക്കെ ഞാൻ വീട്ടിൽ സ്വീകരിക്കാറുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പലരുടെയും പ്രയാസങ്ങളെ ദൂരീകരിക്കുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പലരും എന്നോട് പറയാറുണ്ടായിരുന്നു, വർക്ക് ചെയ്യുമ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ശ്രദ്ധ കുറയും. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ വിപരീതമാണ്. അവർക്ക് പാട്ട് കേട്ടില്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കുറയുന്ന തരത്തിലേക്കാണ് ഞാനിവിടെ കാണുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു അന്തരീക്ഷം നമ്മുടെ വർക്കേഴ്സിന് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും അതിൻ്റെ റിസൾട്ട് നന്നായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫൈനൽ സ്റ്റിച്ചിങ് കഴിയുന്നതോടുകൂടി സീറ്റ് കവറിന്റെ 99% മാനുഫാക്ചറിംഗ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി ഫൈനൽ ഫിനിഷിംഗ് ആണ്. സ്റ്റിച്ചിങ് കഴിഞ്ഞു വരുന്ന സീറ്റ് കവേഴ്സ് കാരിയറിൽ നിന്നും അൺലോഡ് ചെയ്യാതെ തന്നെ സീറ്റ് കവറിനകത്തോ പുറത്തുമായി കിടക്കുന്ന എക്സ്ട്രാ പീസസ് കട്ട് ചെയ്ത് വാക്യൂം ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത് ഫൈനൽ ടെസ്റ്റിനായി വിടുന്നു. ഓരോ പ്രൊഡക്റ്റിലും ഓരോ സീറ്റ് കവർ ഫുൾ സെറ്റ് അതിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അതിൽ വല്ല സീറ്റ് പാർട്സ് മിസ്സിംഗ് ഉണ്ടോ, അതുപോലെ സീറ്റിന്റെ ക്വാളിറ്റി, എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡാമേജസ് കണ്ടാൽ ഓട്ടോമാറ്റിക് ഏത് ഓപ്പറേറ്ററാണോ അതിനെ സ്വീച്ച് ചെയ്തത് അവരുടെ അടുത്തേക്ക് തിരിച്ചയക്കും. ക്ലീനിംഗ് കഴിഞ്ഞ സീറ്റ് കവർ സൂക്ഷ്മമായി പരിശോധിച്ച് ഡിഫക്ട്സ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പാക്കിംഗ് പ്രോസസ്സിലേക്ക് എത്തിക്കുന്നു. പാക്കിംഗ് മാനുവലി തന്നെയാണ് നടക്കുന്നത്. യെല്ലോ ആൻഡ് ബ്ലാക്ക് നിറത്തിലുള്ള പ്ലാസ്റ്റിക് ബാഗാണ് വെൽഫിറ്റിന്റെ സീറ്റ് കവർ ബാഗ്. ഇതേ നിറത്തിൽ പേരിൽ ചെറിയ മാറ്റം വരുത്തി പല ഡ്യൂപ്ലിക്കേറ്റ് സീറ്റ് കവേഴ്സും വിപണിയിലുണ്ട്. അതുകൊണ്ട് ഏവരും വെൽഫിറ്റ് എന്ന പേര് ശ്രദ്ധിക്കുക എന്ന ഒരു ഉപദേശം കൂടി വെൽഫിറ്റ് മാനേജ്മെന്റ് കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട്. വെൽഫിറ്റ് കാർ സീറ്റ് കവർ വാസ്തവത്തിൽ മുമ്പൊക്കെ ഒരു വണ്ടി ഷോപ്പിൽ കൊണ്ടുവന്നാൽ 2 ദിവസം 3 ദിവസം അവിടെ വെച്ചിട്ട് മാത്രമേ അവർക്ക് അതിൻ്റെ സീറ്റ് മാറ്റി ചേഞ്ച് ചെയ്ത് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വെൽഫിറ്റ് ഈ പ്രൊഡക്റ്റ് വന്നതോടുകൂടി 1 മണിക്കൂറിനകം കാറിൻ്റെ സീറ്റ് മാറ്റി കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഫിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അത് ഫിറ്റിംഗ് ചെയ്യുന്ന വർക്കേഴ്സിന് അവർക്ക് വളരെ ഈസിയായി ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഈ വെൽഫിറ്റ് സീറ്റ് കവറിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അജ്മാനിലെ ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നും തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ കൺട്രീസിലുമൊക്കെയായി വെൽഫിറ്റ് സീറ്റ് കവേഴ്സ് കയറ്റി അയക്കുന്നത്. ഇനിയും കൂടുതൽ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരുക്കവും വെൽഫിറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ഓരോ വർഷം കഴിയുന്തോറും വലിയ വലിയ നേട്ടങ്ങളുമായി മുന്നേറുകയാണ് വെൽഫിറ്റ്. ഒപ്പം
സംഗീതത്തെയും തൊഴിലാളികളെയും ജീവന് തുല്യം സ്നേഹിക്കുന്ന വെൽഫിറ്റ് ഉടമ യഹിയ ഇബ്രാഹിം തളങ്കരയും. എൻ്റെ ഈ പ്രോഡക്റ്റ് ഗൾഫ് നാടുകളിൽ വളരെ ഏറെ പ്രചാരമുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നിന്നും മറ്റുള്ള GCC കൺട്രീസ്, അതുപോലെ ഇറാഖ്, പിന്നെ ആഫ്രിക്കൻ കൺട്രീസ്, അതുപോലെ റഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ എൻ്റെ ഈ പ്രോഡക്റ്റ് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിമാൻഡ് കൂടിയത് കാരണം നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒരുപാട് എനിക്ക് അന്വേഷണങ്ങൾ വരികയുണ്ടായി ഞങ്ങളുടെ പ്രോഡക്റ്റിന് വേണ്ടി. അത് കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ കൊച്ചിയിൽ ഇതിൻ്റെ ഒരു യൂണിറ്റ് ഇടുകയും കൊച്ചിയിലെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കാക്കനാട് ആദ്യം ഒരു യൂണിറ്റ് ഇടുകയുണ്ടായി. പിന്നീട് ഡൊമസ്റ്റിക്കിൻ്റെ ഡിമാൻഡ് കാരണം ഇപ്പോൾ തൃശ്ശൂർ കൊരട്ടിയിലുള്ള കിൻഫ്ര പാർക്കിലും ഒരു യൂണിറ്റ് ഇട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒന്നാണ് ദുബായ് മെട്രോ. എല്ലാ അർത്ഥത്തിലും ദുബായ് മെട്രോയുടെ സീറ്റ് കവർ നിർമ്മാണം കൂടി ഏറ്റെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിറവിലാണ് ഇപ്പോൾ വെൽഫിറ്റ് ഇന്റർനാഷണൽ. മറ്റൊരു സന്തോഷ വർത്തമാനം, വൈകാതെ തന്നെ വിമാന കമ്പനികളുടെ ടെൻഡറുകൾ കൂടി കരസ്ഥമാക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെൽഫിറ്റ് ഇന്റർനാഷണൽ. ഇത്രയും കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ല. നമ്മൾ കാണുന്നത് പോലെയല്ല ഈ സീറ്റ് കവർ, അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇതുപോലെ നമുക്ക് പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വൈഭവങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച മാനുഫാക്ചറുമായി വീണ്ടും കാണാം.